ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകുന്ന ഒരു റോഡ് ട്രിപ്പാണ്. ജിപ്സിയിലല്ല, ബൊലേറോയിലാണ്. എങ്ങോട്ടെന്നല്ലേ? സുന്ദര പാണ്ഡിപുരത്താണ് കേട്ടോ. ബാക്കി നമുക്ക് റോഡ് ട്രിപ്പിൽ കാണാം. കമോൺ. തെന്മല റൂട്ട് വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ചുറ്റും നല്ല പ്രകൃതി രമണീയമായിട്ട് നിൽക്കുകയാണ് പ്രകൃതി. ഞങ്ങളുടെ കൂടെ റിയോൺ ചേട്ടനും ആൻലെറ്റും ഉണ്ട്. ഞങ്ങളുടെ കസിൻസ് ആണ് കേട്ടോ. നമ്മളങ്ങനെ തെന്മല എത്തിയിരിക്കുകയാണ്. ഡാം തുറന്നു വിട്ട് ആദ്യമായിട്ടോ ഞാൻ കണ്ടേ. പക്ഷെ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്നെ ഊക്കണണ്ട, എല്ലാരും കൂടെ എന്നെ കളിയാക്കണ്. ഇവിടെ നിന്ന് അപ്പൊ നമുക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോ ഇച്ചിരി ലൈറ്റ് ഒക്കെ പോകും. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഈ കാണുന്ന റോഡ് വഴിയാണ് നമുക്ക് നോർമലി പോകാനുള്ള റൂട്ട്. അവിടെ റോഡ് പണി നടക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഇനി പോകുന്നത് ദേ ഈ കാണുന്ന റൂട്ട് വഴിയാണ് കേട്ടോ. ശരിക്കും നല്ല വെയിലാണ്. തുറന്നിട്ടോ അങ്ങനെ വാവ്. ഓക്കെ, നമ്മളത് ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടിട്ട് വണ്ടി ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്നു. പക്ഷെ അവിടെ ഒരു പോസ്റ്റ് ഇട്ട് വണ്ടി താഴോട്ട് പോകത്തില്ല. എന്താ കാര്യം എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇതുവഴി വണ്ടി പോകും കേട്ടോ. ആ ഒരു സ്ഥലത്ത് വഴിയാണ് നമ്മുടെ തടി എടുക്കാൻ വേണ്ടി പിക്കപ്പൊക്കെ പോയിട്ട് തടി എടുത്തിട്ട് ഇതുവഴി വരും. എന്നിട്ട് ഇങ്ങനെ പോവും. ഓക്കെ, അവിടെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ വണ്ടികൾ മാത്രമാണ് കേട്ടോ ഇറക്കുന്നത്. നമ്മുടെ വണ്ടികൾ ഇറക്കത്തില്ല. സോ ഞങ്ങൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തു. എന്തോ ഒരു ആക്സിഡന്റ് നടന്ന് നമുക്ക് ഇറങ്ങി ഒന്ന് നോക്കാം കേട്ടോ. ഈ വണ്ടി മറിഞ്ഞു പോയി കേട്ടോ. ഇത് വീണ്ടും മറിഞ്ഞതിന്റെ റീസൺ ഓവർലോഡാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഓവർലോഡൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അത് എടുക്കുന്നതിനനുസരിച്ച് അത് മറിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ വല്ല മോഡിഫൈ ചെയ്ത കാർസ് വല്ല ആയിരുന്നെങ്കിൽ എപ്പോഴും വന്ന് MVD എടുത്തുകൊണ്ടേനെ. ഈ ഓവർലോഡ് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലേ. റിയോൺ ചേട്ടനാണ് കേട്ടോ ഗൈഡിയും. അങ്ങനെ വലിയ വലിയ സാഹസങ്ങളൊക്കെ കഴിഞ്ഞ് അഗെയിൻ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചായ കുടിക്കാൻ നിർത്തി കേട്ടോ. ഇതെന്താ സാധനം? കേക്കാണ്. ഈ ചേട്ടൻ കപ്പ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, കോല് പോലെ കിടക്കുന്നു. ഈ കാണുന്നെല്ലാം ഇവരുണ്ടാക്കി വെച്ച കേട്ടോ. ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. സോ ഞങ്ങൾ വേറാണ്. റിയോൺ ചേട്ടൻ ബഹളം വയ്ക്കുന്നു. In 300 meters, turn right onto Kodaikarichi, Tinkasi Road. ഗൈസ്, ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ആൾക്കാർ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന മിനി ആംബുലൻസ് വണ്ടി. തമിഴ്നാട്ടിൽ മദ്യപിക്കുന്നവർ കുറവാണ് ഗൈസ്, ക്യൂ ഇല്ല. നമ്മളിനി എത്താനൊരു 20 മിനിറ്റ്സ് കൂടെ ഉള്ളൂ. ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങി കഴിച്ചിട്ട് എരിച്ച് തൊണ്ടയൊക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു ഗൈസ്.
തമിഴ്നാട്ടിൽ എപ്പോൾ വന്നാലും കാണുന്ന കുറേ ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. In 300 meters, you will arrive at your destination. എവിടേക്കാണ്? ഞങ്ങൾ ശരിക്കും സൺഫ്ലവർ ഗാർഡൻ കാണാൻ വന്നിട്ട് ഒരുപാട് കിടന്ന് ഇവിടെ കറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ഗ്രൗണ്ട് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ച് വണ്ടിയൊക്കെ വെറുതെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ പല സ്ഥലത്തും വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോഴത്തെ ആൾക്കാർ ഓരോരുത്തർ ഒന്ന് ഞങ്ങൾ ഫ്ലവർ ഗാർഡൻ എവിടെയും ചോദിക്കുമ്പോൾ പറയും അപ്പുറത്തെ ഒരാൾ റൈറ്റ് പറയും, ഒരാൾ ലെഫ്റ്റ് പറയും. അങ്ങനെ കുറേ നേരമായിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് തന്നെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കറക്റ്റ് ഒരു എവിടെയാണെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ ഞങ്ങൾ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ അടുത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലിയും ഇൻസ്റ്റാഗ്രാമിലും വഴി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബൊലേറോയെ കുറിച്ചിട്ടൊരു യൂസർ റിവ്യൂ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽസ് പറയുമോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണണം, എന്നാൽ മാത്രമേ ഈ ബൊലേറോയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അടുത്തുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിനി പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വീണ്ടും സൺഫ്ലവർ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് തപ്പി നോക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാമത്തിലാണോ, ബ്രാഹ്മൺസിൻ്റെ ഒരു ഗ്രാമം തോന്നുന്നു. രണ്ട് സൈഡിലും കോലമൊക്കെ വരച്ചിട്ടുണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനത്തെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കണം. എവിടെ എത്തുന്നു ഒരു പിടിയില്ല. എന്തായാലും ഞങ്ങൾ കണ്ടിട്ടേ തിരിച്ചു പോകുന്ന വൈബിൽ ഈ ഒരു ഗ്രാമത്തിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെത്തി ഗൈസ്. സൂര്യനെ ഉമ്മ വയ്ക്കാൻ നിൽക്കുന്ന സൂര്യകാന്തി പൂവിനെ കാണാൻ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ തെങ്കാശി വരെ എത്തി ഗൈസ്. ഞങ്ങൾ 2 years ബാക്ക് ഞങ്ങൾ ഇവിടെ ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതും മനോഹരമായിട്ടൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഇന്ന് വേറൊരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. ജനിക്കണത് പെണ്ണാ പോയി സാമർത്ഥ്യം ധൈര്യം ദേഷ്യം എല്ലാം ഉണ്ട്. ആണോ? ആള് കാണപ്പം പഞ്ചഭാവം 18 അടല്ല 62 എന്തായാലും ഞാനിതൊന്നും നോക്കാൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല. അവൻ തന്നെ മുത്തിട്ട് നോക്കണ്ട. വരുന്ന വഴിക്കൊരു തത്തയെ കിട്ടി ഗൈസ്. നിങ്ങൾക്ക് വേണോ? ഇരിക്കും, അവരുടെ കയ്യിൽ ഇരിക്കും. ഇത് എവിടെ പോണ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി നോക്കിയല്ലോ. നിങ്ങൾ ഈ കാണുന്ന ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ ആരുമില്ല, നമ്മുടെ ബൊലേറോയാണ് കേട്ടോ. അവിടെ റോഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയി, പക്ഷെ വലിയൊരു ബ്ലോക്ക് തന്നെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. വരുന്ന വഴിക്ക് വേറൊരു പാടം കിട്ടും. നെല്ലൊക്കെ ഉണങ്ങി ഇതേ ദൂര സ്ഥലത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു കടുകാണ് കേട്ടോ. അപ്പുറത്ത് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, കാരണം വലുതായിട്ടൊന്നും നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ ചെറിയൊരു വരമ്പുണ്ട്, അതായത് താഴെ കൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ക്രോസ് ചെയ്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ക്രോസ് ചെയ്യാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇത് അടുത്ത് തന്നെ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. ഇതൊരു പോണ്ടും പിന്നെ ഒരു ഗ്രൗണ്ടും ഒക്കെ ആയിട്ടാണ്. എനിക്ക് ആൾക്കാരൊക്കെ അത് വണ്ടി കഴുകാനൊക്കെയാണ് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് 2013 മോഡലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കാറിൻ്റെ ഓണർ, ഞങ്ങളുടെ ഫ്രണ്ടാണ്, എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ, കസിൻ ബ്രദറാണ്. നമ്മളങ്ങനെ നമ്മുടെ ബൊലേറോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് റീപെയിൻ്റ് ആണ് കേട്ടോ. ഈ കാണുന്ന വൈറ്റ് കളർ റീപെയിൻറ്റ് ചെയ്ത് റീസെൻ്റ്ലി ആണ്. പിന്നെ നമ്മുടെ വീൽസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് 15AG റിമ്മാണ് കേട്ടോ. മെറ്റാലിക് ഗ്രേ കളറാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടയർ പ്രൊഫൈലോട്ട് വരുമ്പോൾ 225, 75, 15 ആണ് നമ്മുടെ ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ അഡീഷണലായിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന
ഫോഗ് ലാമ്പാണ് കേട്ടോ. ഫോഗ് ലാമ്പ് നമുക്ക് ഒരു കപ്പ് വെച്ചിട്ട് മൂടിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഓൺ റോഡിൽ കുറച്ച് ഇല്ലീഗലായതുകൊണ്ട് നമ്മളത് അതിനൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഓവറോൾ ലുക്ക് കൊടുക്കുന്നത്, നമ്മുടെ ബൊലേറോയ്ക്ക് അത്യാവശ്യം നല്ലൊരു ലുക്ക് കൊടുക്കുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന സൺഫിലിമാണ് കേട്ടോ. ഇച്ചിരി നല്ല നല്ല ഡാർക്കായിട്ടുള്ള സൺഫിലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വണ്ടിക്കൊരു മാസ് ലുക്ക് നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ MT ടയർ ഇടാത്തതിൻ്റെ റീസൺ നമ്മൾ കൂടുതലും ടു വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലും ഓൺ റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് MT ടയറിൻ്റെ ആവശ്യം അധികമായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ MT ടയർ ഇടാതിരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ. ഏത് സ്ഥലത്തും നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബൊലേറോ ഇറക്കാം. വേറെ ഏത് കാരണങ്ങളും അടിതട്ടോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ 2 പ്രാവശ്യം തിങ്ക് ചെയ്യുമെങ്കിലും നമ്മുടെ ബൊലേറോ ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് കേട്ടോ. കഴിഞ്ഞ 20 വർഷത്തിലേറെയായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് സെല്ലിംഗ് SUV-യിൽ നമ്മുടെ ബൊലേറോ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു 20 വർഷത്തിനിടയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ, 20-25 വർഷത്തിനിടയ്ക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ചെറിയ മാറ്റങ്ങളോടെ ഇപ്രാവശ്യം കടന്നിരിക്കുന്ന 25ാമത്തെ വർഷത്തിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ വർഷം എന്നുള്ളത് നമ്മുടെ 25th ആനിവേഴ്സറിയാണ് ബൊലേറോയുടെ. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇനി അടുത്ത് ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കേണ്ട സ്ഥലത്തെത്തി. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിനകത്തോട്ട് കയറാം. തെന്മലയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇവിടെ കുറച്ച് ടോയ്സൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കാര്യം എന്താവണോ എന്തോ. എത്ര വയസ്സുണ്ട് താങ്കൾക്ക്? ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ആണല്ലോ നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ പൊറോട്ടയും ദോശയൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ ഇറങ്ങും. ഓക്കെ, ബൈ.